ഹലോ അച്ഛന്മാരെ, ഞായറാഴ്ചയായിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാമെന്ന് കൂട്ടുകാരൻ പറഞ്ഞ്. അത് കേട്ട് ഞാനും അവൻ്റെ കൂടെ പോയി. അവനൊരു ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഉണ്ട് ഇടാൻ വേണ്ടി. അപ്പോൾ ഞാനും ഒരു ചെറിയൊരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വെച്ച് ഞാനും കൂടെ പോയി. അവിടെ ഒരു കോട്ടയം തിരുനക്കര അമ്പലത്തിൻ്റെ സൈഡിൽ ഒരു പായസക്കടയുണ്ട്. അവിടെ എന്തോ ഒരു പോളിക്കും ഒരു കപ്പ് പായസത്തിനെങ്ങാണ്ട് 50 രൂപ എങ്ങാണ്ടുള്ളൂ. അങ്ങനെ വെച്ച് പോയത് ഞങ്ങൾ. കോട്ടയം തിരുനക്കര അമ്പലത്തിൻ്റെ സൈഡിലാണ്. അപ്പോൾ വണ്ടി ഞങ്ങൾ മൈതാനത്തിൻ്റെ അകത്ത് വെക്കാൻ നോക്കിയപ്പോൾ പുള്ളി പറഞ്ഞു 12 മണി കഴിഞ്ഞാൽ കയറ്റത്. പിന്നെ ഞാൻ അമ്പലത്തിൽ കയറിയിട്ട് പുറത്ത് വണ്ടി വെച്ചിട്ട് അകത്തോട്ട് കയറിയപ്പോൾ പ്രാവിനെ കണ്ട് അവിടെ നിന്ന് 2 പിള്ളേരാണ് ആ പ്രാവിനെ കണ്ട് ഓടിപ്പോയി. അത് ഞങ്ങൾ നേരെ അമ്പലത്തിൻ്റെ അകത്തോട്ട് വിട്ട്. പിന്നെ അമ്പലത്തിൻ്റെ അവിടെയൊക്കെ ചെന്ന് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ട് ഞങ്ങൾ നേരെ പുറത്തോട്ട് ആ കടയുടെ അങ്ങോട്ട് സൈഡ് വഴി ഒരു വഴിയുണ്ട്. അപ്പോൾ ആ കടയുടെ അങ്ങോട്ട് ഞങ്ങൾ പോയി കട കണ്ടുപിടിച്ച് അകത്തോട്ട് കയറി ചെല്ലാൻ പോവുക. അപ്പോൾ അതിൻ്റെ കൂട്ടുകാരൻ കയറി അവിടെ ഇരുന്ന് സാധനമൊന്നും അറിയാം. ആകെ 100 രൂപ ഉള്ളു കൈ. 2 പേർക്കും അവിടെ രണ്ട് പോളിയും 2 കപ്പ് പായസം കഴിക്കാമെന്ന് വെച്ച് ഇരുന്ന് പോളിയും സാധനമൊക്കെ വന്ന് അടിപൊളിയായിരുന്നു. കുഴപ്പമില്ല. അതിനേക്കാളും നല്ല ലഡുവും പാലടയായിരുന്നു അടിപൊളി. പക്ഷെ ഞങ്ങൾ ലഡുവും പാലട മേടിച്ചില്ല, അതിനുള്ള ബഡ്ജറ്റ് ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് അവൻ്റെ എക്സ്പ്രഷൻ കണ്ടില്ല, വെറുതെയാണ്, ചുമ്മാ ഇടുന്നതാണ്. പോളിനേക്കാളും നല്ലത് ലഡു തന്നെയാണ്. ഇത് അന്നൊരു വലിയൊരു ഇതില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ കഴിച്ച് എന്നാലും അത്യാവശ്യം കൊള്ളായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് അതൊക്കെ കഴിച്ച് നേരെ അവിടെ ആ കടയൊക്കെ ചുമ്മാ ലഡുവൊക്കെ ഞങ്ങൾ നോക്കി ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വെളിയിലോട്ട് ഇറങ്ങാനുള്ള പ്ലാനിട്ട്. പിന്നെ നേരെ അവിടെ പുറത്തുള്ള അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഒരു ഇതൊക്കെയുണ്ട്, കല്ലും അതൊക്കെ ഞങ്ങൾ കണ്ട് നേരെ ഞങ്ങൾ ഈ തിരുനക്കര മൈതാനം ബസ് സ്റ്റാൻഡിൻ്റെ അങ്ങോട്ട് പോയി. ബസ് സ്റ്റാൻഡൊന്നും ഇല്ല, ചുമ്മാ ഒരു പേരിനൊരു ബോർഡൊക്കെ വെച്ചൊരു ബസ് സ്റ്റാൻഡ്. അവിടുന്ന് നേരെ ഞങ്ങൾ അവിടെ ഒരു പോലീസ് ഗ്രൗണ്ട് ഉണ്ട്, ഒരു ഗാന്ധിജിയുടെ പ്രതിമയൊക്കെ. അവിടെ ചെന്ന് കുറച്ച് നേരം നിന്ന് കണ്ട് വീട്ടിൽ പോയി.